നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം ദമ്പതിമാർ മാതാപിതാക്കളാകില്ല. കർമ്മം കൊണ്ട് കൂടിയാണ് അവർ മാതാപിതാക്കളാകുന്നത്. പ്രസവത്തോടെ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കളുടെ വാർത്ത ദിനംപ്രതി സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറാറുണ്ട്. അത്തരത്തിൽ പുഴുവരിക്കുന്ന കുപ്പത്തൊട്ടിയിൽ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോവുകയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ മുഴുപട്ടിണിക്കാരനായ ഉന്തുവണ്ടിക്കാരന്റെയും ജീവിതകഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. സോബേറിന്റെയും മകൾ ജ്യോതിയുടെയും ജീവിതകഥയാണിത്. 30 വർഷം മുൻപ് നടന്ന സംഭവം ഇങ്ങനെ. ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്ന ജോലിയായിരുന്നു സോബേറിന്റേത്. അന്നുള്ള വരുമാനം മാത്രമായിരുന്നു സോബേറിന് ലഭിച്ചിരുന്നത്. ഒരിക്കൽ അന്നത്തെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആദ്യം വെറും തോന്നലെന്ന് കരുതിയെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചതോടെ സോബേർ ആ പരിസരമൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരു ചോരക്കുഞ്ഞിനെ സോബേർ കണ്ടെത്തി. വായിലും മൂക്കിലുമെല്ലാം പുഴുക്കൾ കയറി ഇറങ്ങുന്നുണ്ട്. കുഞ്ഞിനെ വാരിയെടുത്ത സോബേർ ആദ്യം തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പുഴുക്കളെയും മാലിന്യവും ആദ്യം തന്നെ നീക്കം ചെയ്തു. കുഞ്ഞിന്റെ അമ്മ അടുത്തുണ്ടോ എന്ന് ചുറ്റും നോക്കി. എന്നാൽ ആ പരിസരത്ത് ആരെയും കാണാൻ സാധിച്ചില്ല. ദൈവം തന്ന മാണിക്യമെന്ന് വിശേഷിപ്പിച്ച് സോബേർ കുഞ്ഞിനെ നോക്കാനും വളർത്താനും തീരുമാനിച്ചു. അവൾക്ക് ജ്യോതി എന്ന പേരും നൽകി. ആ കുഞ്ഞിന്റെ ചിരി അയാളെ സ്നേഹമുള്ള ഒരു അച്ഛന്റെ സ്ഥാനമായി ഏറ്റെടുത്തു. അവളെ പഠിപ്പിക്കാനും അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുവാനും വിവാഹം പോലും സോബേർ വേണ്ടെന്ന് വെച്ചു. അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛ എന്ന് സോബേറിനെ വിളിച്ചു തുടങ്ങി. മകളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും താണ്ടാൻ രാവും പകലും അയാൾ കഷ്ടപ്പെട്ടു. യാതൊരു കുറവും കൂടാതെ സോബേർ തന്റെ വളർത്തുമകളെ നല്ലപോലെ വളർത്തി. സ്കൂളിൽ അയക്കാനും പഠിപ്പിക്കാനുമെല്ലാം സോബേറിന് സാധിച്ചു. ജ്യോതിയാകട്ടെ മിടുക്കിയായി പഠിക്കുകയും ചെയ്തു. അച്ഛന്റെ കഷ്ടപ്പാടും കഠിനാധ്വാനവും അവളെ ഒരുപാട് സങ്കടപ്പെടുത്തി. 2013 അവൾ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയെടുത്തു. 2014 ആസാം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിക്കുകയും ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണറായി നിയമിതയാവുകയും ചെയ്തു. തനിക്കു വേണ്ടി ജീവിതം പോലും മാറ്റിവെച്ച വളർത്തച്ഛനു വേണ്ടി അവൾ സ്വന്തമായി ഒരു വീട് പണിയുകയും അച്ഛന്റെ കഷ്ടപ്പാടുകളെല്ലാം നിർത്തുകയും അച്ഛന് പൂർണ്ണ വിശ്രമം നൽകുകയുമായിരുന്നു അവൾ ആദ്യം ചെയ്തത്. സംഭവത്തെക്കുറിച്ച് സോബേറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെ: എനിക്ക് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. കൽക്കരിഖാനിൽ നിന്നും ഒരു മാണിക്യത്തെയാണ് ലഭിച്ചത്. ആ മാണിക്യം എന്റെ ജീവനും ജീവിതവുമാണ് എന്നാണ് സോബേർ പറഞ്ഞത്. വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് വളർത്തുമകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്ത സോബേർ എന്ന അച്ഛനിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.